ഹലോ, ഇന്ന് ഞാനിതാ പ്ലാസ്റ്റിക് കവർ വെച്ചുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോസ് കളർ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഫ്ലവർ വയറാണ്. ഇനി നമുക്കിതൊന്ന് റൗണ്ടിൽ ചുറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഫെവിക്കോളിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള റൗണ്ടിലുള്ള എന്തെങ്കിലും എടുത്താലും മതി കേട്ടോ. അതിനുശേഷം ഒരു ഫ്ലവർ വയർ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ശേഷം ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഊരിയെടുക്കുക. ഇനി ഇത്രയും വലുപ്പത്തിൽ നമുക്കതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 6-7 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ റൗണ്ട് അതുപോലെ ഒന്ന് ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി പിടിക്കുക. അതിനുശേഷം അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നൂല് വെച്ചിട്ട് ചുറ്റിയെടുക്കണം. നമ്മുടെ സാധാ മെഷീൻ നൂല് വെച്ചിട്ട് ചുറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് വേണം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ റൗണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ കമ്പികളും അങ്ങനെ ചുറ്റിയിട്ട് കെട്ടിയെടുക്കണം. ഇനി കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ നൂലൊന്ന് വെട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കണം. ഈ ഒരു വലുപ്പത്തിൽ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഞാൻ അവിടെ ഒരു ഫ്ലവർ വയർ എടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പെറ്റൽസൊക്കെ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം. വല്ലാണ്ട് വളക്കണ്ട കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു സൈഡൊക്കെ ഒന്ന് വളച്ചു കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവർ വയർ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകൾ ഞാൻ എൻ്റെ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാനും കാണാനൊക്കെ താല്പര്യമുള്ളവർ അതൊക്കെ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് ആ ഒരു ഇതളുകൾ വെച്ചിട്ട് പൂവൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ തണ്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു തറ്റത്തായിട്ട് കുറച്ച് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ആ നൂല് ചുറ്റിയിട്ടുള്ള ഭാഗമില്ലേ അവിടെ നിന്ന് നമുക്കിതൊന്ന് ചുറ്റിയിട്ട് താഴെ വരെ ചുറ്റിയെടുക്കാം. ഈ ഒരു ഗ്രീൻ ടേപ്പിന് പകരം നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പച്ച കവർ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കളർ A4 എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ഇതിനനുസരിച്ചിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ ഗ്രീൻ ടേപ്പ് എടുത്തിരിക്കുന്നത്. ഇനി ചെറിയൊരു അളവിൽ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് അതിനുള്ളിലോട്ട് ഒരു ഫ്ലവർ വയർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത്രയും വലുപ്പത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് കവർ അങ്ങനെ ഒന്ന് അതിനോട് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു മുട്ടിൻ്റെ ആകൃതിയിലൊന്ന് പിടിച്ചതിന് ശേഷം അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം നമുക്ക് ഇങ്ങനെ ഒന്ന് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് താഴെ വരെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 4-5 മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കണം. കുറച്ചധികം മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിൻ്റെ ഇല സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ കുപ്പിയിൽ നിന്ന് ഇതുപോലെ ഒരു കഷ്ണം മുറിച്ചെടുത്തതിന് ശേഷം മടക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇല വെട്ടിയെടുക്കാം. അപ്പോൾ ഏത് ആകൃതിയിലുള്ളതും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു റോസാപ്പൂവിൻ്റെ പോലെ ഉണ്ടല്ലോ ആ പൂവ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ റോസാ ചെടിയുടെ ഇലയായിട്ടാണ് വെട്ടിയെടുക്കുന്നത്. ഒരു മുള്ള ആകൃതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഇലകൾ ഇതുപോലെ കുറേ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ കളർ അക്രിലിക്കിൻ്റെ പെയിൻറ്റ് ആ ഒരു ഇലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഇല വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പെയിൻ്റൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്ലവർ വയർ ഒന്ന് എടുത്തിട്ട് ആ ഒരു ഇലയുടെ സെൻറ്റർ ഭാഗത്തോട്ടൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഇല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ 1-2 ഇലകളും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ഫ്ലവർ വയറിൽ ഞാൻ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പൂക്കളും മുട്ടുകളൊക്കെ ഒന്ന് ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 മുട്ടുകളാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനൊരു പൂവ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പൂവും മുട്ടുകളായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് തന്നെ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വെറുതെ കളയുന്ന ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള ക്രാഫ്റ്റുകളൊക്കെ നിങ്ങളും എന്തായിട്ടും ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടി ഒന്ന് പോയി കാണണേ. അപ്പോൾ എന്തായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.